വലക്കെട്ട് ശാഖയിൽ ഒരു സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ആദ്യത്തെ മുദ്രാവാക്യം എന്നുള്ളത്, നിങ്ങൾ വിളിക്കുന്ന ഒന്നാമത്തെ ജയ് മുസ്ലിം ലീഗ് എന്നുള്ള വിളിയിലുള്ളത് ഞങ്ങള് അക്രമ രാഷ്ട്രീയത്തിനെതിരാണ് എന്നുള്ള മുദ്രാവാക്യമാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയിട്ടാണെങ്കിലും ലീഗുകാരനായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അക്രമത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിന് താങ്ങുന്ന, അതിനുവേണ്ടി സൗകര്യമൊരുക്കുന്ന, അതിനുവേണ്ടി കുറ്റവാളികളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മൾ സംസാരിക്കുന്ന വടകര മുതൽ നമ്മൾ കാസർഗോഡ് ഭാഗത്തേക്ക് പോയി നോക്കിയാൽ നമ്മളുടെ ഇടയിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ വ്യത്യാസം കൃത്യമായിട്ട് നമ്മളുടെ മുമ്പിൽ കാണാൻ സാധിക്കും. ഈ അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്ന പെരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇത് ആദ്യത്തെ ഒരു കൊലപാതകമല്ല, രാഷ്ട്രീയ കൊലപാതകമല്ല കേരളത്തിൽ നടക്കുന്നത്. CPM-ന്റെ നേതൃത്വത്തിൽ ഈ മണ്ണിൽ നിന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന രക്തസാക്ഷികളുടെ പേരുകളുണ്ട്. TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ മനുഷ്യനെ വെട്ടിക്കൊന്നതിൽ നിർത്തിയിട്ടില്ല CPM. അതില് പെരിയയിലേക്ക് എത്തി നിൽക്കുമ്പം അതിനിടയിൽ അവർ നടത്തിയിട്ടുള്ള ഷുഹൈബിന്റെയും ഷുക്കൂറിന്റെയും ഒക്കെ കേസുകൾ നമുക്ക് എണ്ണി എണ്ണി പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. TP അവര് വെട്ടി കൊന്ന് നുറുക്കിയ സമയത്ത് നമ്മൾ ചോദിച്ച ഈ നാട്ടിലുള്ള ഉമ്മമാര്, അമ്മമാര്, സഹോദരിമാര്, കുഞ്ഞുങ്ങൾ ചോദിച്ച ചോദ്യമുണ്ട്. എന്തിന് CPM-യെ നിങ്ങൾ കൊന്നു എന്നുള്ളത്, എന്തിനാണ് നിങ്ങൾ കടാര എടുത്തത് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചു. എന്തിനാണ് നിങ്ങൾ TP ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് കൊന്നതിന് ശേഷം വിളിച്ചത് എന്ന് നമ്മൾ ചോദിച്ചു. അതില് നിർത്തിയിട്ടില്ല CPM എന്നുള്ളത് തെളിയിക്കുന്നതായിരുന്നു പിന്നീടുള്ള അവരുടെ ഓരോ കൊലപാതക ശ്രമങ്ങളും. അതിലൂടെ ഈ അവസാനം നടന്ന പെരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ നിങ്ങൾക്കറിയാം, കോടതി വിധി വന്നിരിക്കുകയാണ്. കോടതി വിധി വന്നപ്പം CPM-ന്റെ ഭാഗത്തു നിന്നുള്ള നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ മാധ്യമങ്ങൾ ആരാഞ്ഞു. മാധ്യമങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? നമ്മൾ കേട്ടല്ലോ, നമ്മൾ ഓരോരുത്തരും കാതു കൂർപ്പിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് CPM-ന്റെ നേതാക്കന്മാരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്ത മൈക്കുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നമ്മളും ഒരു വേള എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് ശ്രവിച്ചിരുന്നു. അവർ പറഞ്ഞത് എന്താണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്, എന്താണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞത്, എന്താണ് കാസർഗോഡുള്ള പാർട്ടി സെക്രട്ടറി പറഞ്ഞത്, എന്താണ് CBIയുടെ കോടതി എറണാകുളത്തുള്ള അവിടെയുള്ള അവരുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ഇതിലൊക്കെ ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു ഭാഷ നമ്മൾക്ക് കാണാൻ പറ്റും. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരല്ലേ, അവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് അവർക്ക് ആ രൂപത്തിലെ അവരെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ള ചോദ്യം വന്നു. കാസർഗോഡ് നിന്നുള്ള പാർട്ടി സെക്രട്ടറി ചോദിച്ച ചോദ്യം, എല്ലാവരെയും അങ്ങനെയാണ് എങ്കിൽ ഞങ്ങളെ പാർട്ടിയിൽ ആളുണ്ടാവില്ലല്ലോ എന്ന് പാർട്ടി സെക്രട്ടറി പറയുകയാണ്. ഇതില് മറ്റുള്ള രൂപത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്ന് പാർട്ടി സെക്രട്ടറി പറയുകയാണ്. ഞങ്ങൾ എറണാകുളത്തുള്ള പ്രതികളെ കാണാൻ പോകും, അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുമെന്നുള്ളത് എറണാകുളത്തുള്ള സെക്രട്ടറി പറയുകയാണ്. ഈ രൂപത്തില് പാർട്ടിയിൽ കൊന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കണം, പെരിയയിലെ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടി സൗകര്യമൊരുക്കുന്ന ഒരു സംവിധാനമാണ് CPM-ന്റെ നേതൃത്വത്തിലുള്ളത്. CPM ആണല്ലോ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള സർക്കാരിന് നേതൃത്വം നൽകുന്നത് അവരാണല്ലോ. എന്തുകൊണ്ടാണ് അവരുടെ മുദ്രാവാക്യം ഈ രൂപത്തിൽ വീണ്ടും വീണ്ടും ജനങ്ങളുടെ മുമ്പിലേക്ക് ഇടുന്നത്? എന്തുകൊണ്ടാണ് നാട്ടിലുള്ള ഒരു SFI-കാരൻ പറയുന്നത്, വാ നിനക്ക് കാണിച്ചു തരാമെന്നുള്ള ഹുങ്കത്തരം അവൻ എവിടെ നിന്നാ ലഭിക്കുന്നത്? ഒരു DYFI-കാരൻ പറയുന്നു, നീ ചോദ്യം ചെയ്യാൻ വാ, നിനക്കുള്ളത് ഞാൻ തരാം എന്നുള്ള കൊലവിളി വിളിക്കുന്നത് ഏത് അർത്ഥത്തിൽ നിന്നാണ്? ആരാണ് ഇവർക്കുള്ള ആത്മധൈര്യം കൊടുക്കുന്നത്? ആരാണ് അവരോട് ഈ രൂപത്തിൽ വട്ടമേശ സമ്മേളനം കൂടിയിട്ട് അവനെ ഇവനെ എന്നുള്ള രൂപത്തിൽ മാർക്ക് ചെയ്തിട്ട് കൊല നടത്താൻ വേണ്ടിയിട്ട് ആസൂത്രണം നടത്തുന്നത്? ഈ രാജ്യത്ത് ഇതുപോലെ ഒരു പാർട്ടി നിങ്ങൾ ആലോചിച്ച് നോക്കണം. CPM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത്തരത്തിൽ കൊലപാതക രാഷ്ട്രീയത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിന് നേതൃത്വം നൽകുന്ന മറ്റൊരു പാർട്ടി ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അവർ പറയുന്ന ആശയത്തിൽ നിന്ന് എത്ര വിഭിന്നമായിട്ടുള്ള രൂപത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്.
നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അവരുടെ ആശയം തന്നെ, CPM-ന്റെ ആശയം തന്നെ, അവർ പറയുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രം മാറ്റണം ചിഹ്നം. അരിവാൾ ചുറ്റിക നക്ഷത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രൂപത്തിലാണ് പ്രവർത്തനം നടത്തുന്നത്. നിങ്ങൾക്കറിയാം, നാട്ടില് പാടവരമ്പത്തിലൂടെ നടന്നു പോകുന്ന ആളുകളുടെ കയ്യിൽ, അവർ കൊയ്തെടുക്കുന്ന നെൽക്കതിരുമായിട്ട് മുന്നോട്ട് വരുന്ന ആളുകളുടെ കയ്യിലുള്ളതാണ് ഈ പറയുന്ന അരിവാൾ. ആ അരിവാളുമായി യാതൊരു രൂപത്തിലുള്ള ബന്ധവും ഇന്ന് CPM-നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള കർഷകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെന്താ ചെയ്യുന്നത്? സുപ്രീം കോടതിയിൽ പോയിട്ട് അവിടെയുള്ള വക്കീലന്മാരെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് കേസ് നടത്തുന്നു. പെരിയാർ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. CBI അന്വേഷണമൊന്നും വേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ വേണ്ടി അവര് ചെലവഴിച്ചിട്ട് കോടികളുടെ കണക്കുകളില്ലേ, ആ കോടികളിൽ ഒരംശമെങ്കിലും അവരിവിടെയുള്ള കർഷകർക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടോ? ഈ നാട്ടിലുള്ള കർഷകർക്ക് വേണ്ടി അവർ ഒരു തുക, ഈ പറയുന്ന കോടിയിൽ ഒരു 10% ചെലവാക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ CPM-കാരനോട് ചോദിക്കണം. അതുകൊണ്ട് അവർ ഈ പറയുന്ന അരിവാൾ ചുറ്റിക മാറ്റിയിട്ട് അവിടെ വടിവാൾ, പിന്നെ ചുറ്റിക നക്ഷത്രത്തിന് പകരം ബോംബ് എന്നുള്ള ചിഹ്നമാണ് CPM-ന് ഇന്ന് ചേരുക എന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കണം. ഇന്ന് അവരുടെ ചിഹ്നം വടിവാളും അതുപോലെ ഈ പറയുന്ന ബോംബുകളുമാണ്. ആ രൂപത്തിലാ CPM-ന്റെ ഭരണം. CPM അതിനു വേണ്ടിയിട്ട് ആളുകളെ നിർത്തുന്നു. കൊലയാളി പാർട്ടി എന്ന് വിളിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, മറ്റേത് പാർട്ടിയിലാ ഈ രൂപത്തിൽ ക്രിമിനൽസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? ഏത് പാർട്ടിയിലാ ഈ രൂപത്തിൽ ക്രിമിനൽസിനെ സംരക്ഷിക്കുന്ന ഒരു രീതി ഉള്ളത്? ഇതിലൊരു പ്രൈവറ്റ് ഓർഗനൈസേഷനെ പോലെ അവർ കൊണ്ട് നടക്കുകയാണ്. ഇവർ ക്രിമിനൽസ് അല്ല, ഇവരെ വെറും ക്രിമിനൽസ് എന്ന് വിളിച്ചാൽ പോരെ, ഇവർ പ്രിവിലേജ്ഡ് ക്രിമിനൽസ് ആണ്. ഈ കിർമാണി, പിന്നെ സിനോജിന്റെയും അതുപോലെ ഈ പറയുന്ന ആളുകളുടെയൊക്കെ വീട്ടിലേക്ക് റേഷൻ കണക്കിന് ഭക്ഷണങ്ങൾ വരുന്നു. അവർക്ക് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഒരുക്കുന്നു. ജയിലിലുള്ള വ്യക്തിക്ക് വലിയ വീട് വെച്ച് കൊടുക്കുകയാ അവരുടെ പാർട്ടി. എന്നിട്ട് ആ വീട്ടിലേക്ക് ആളുകൾ വന്ന് ആ വീട്ടുതാമസ പരിപാടികൾ നടത്തുന്നത് നമ്മൾ ഈ അടുത്ത ദിവസമല്ല കണ്ടത്. അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ റെഡി, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കൊടുക്കുന്ന ഒരു സംവിധാനം CPM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ വായിച്ചു നോക്കുമ്പം നമുക്ക് മറ്റൊരു കാര്യം കാണാൻ പറ്റും. CPM-ല് പോഷക ഘടകമായിട്ട് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയിലെ ക്രിമിനൽ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന് ഇതിൽ പരം എന്ത് ഉദാഹരണമാണ് നമുക്ക് വേണ്ടത്? ഒരു പോഷക സംഘടന എന്നുള്ള രൂപത്തിലാണ് അവർക്ക് വേണ്ടിയിട്ട് ഈ പാർട്ടിയിലുള്ള സംവിധാനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അക്രമ രാഷ്ട്രീയത്തിന്റെ പേരിൽ CPM നടത്തുന്ന ഈ വിലപേശൽ രാഷ്ട്രീയം നമ്മളെ നാട്ടിലുള്ള ആളുകളെ, യുവാക്കളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് രൂപത്തിലുള്ളതാണ് എന്ന് പരിശോധിക്കണം. ഇവർക്ക് ഇടക്കിടക്ക് പരോളാണ്, അമ്മയ്ക്ക് സുഖമില്ല, കാണാൻ വരണം, അതിനു വേണ്ടിയിട്ട് പരോൾ അനുവദിക്കണം എന്ന് ചോദിക്കുമ്പോൾ പരോളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള അനുവാദം മനുഷ്യാവകാശ കമ്മീഷൻ വരെ സമീപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. എന്തിന്റെ പേരില അകത്ത് പോയത് എന്നുള്ള ചോദ്യമുണ്ട്. എന്തിന്റെ പേരില ഈ മനുഷ്യർ അകത്ത് പോയത്? കൊന്നതിന്റെ പേരില്. അത് വെറും കൊലയല്ല, അരിഞ്ഞു കൊന്നതിന്റെ പേരിലാണ് അകത്ത് പോയത്. ഇത് കേരളത്തിൽ ഈ രൂപത്തിലുള്ള രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുന്ന മഹാന്റെ പേര് അത് പിണറായി വിജയൻ എന്നും ഗോവിന്ദ മാഷാണി എന്നും ഓർക്കണം നിങ്ങൾ. ഇതേ രീതിയല്ലേ നമ്മൾ ഉത്തരേന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതേ രീതിയല്ലേ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതേ രീതിയല്ലേ ഗുജറാത്ത് മോഡലിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കറിയാലോ, ബിൽക്കീസ് ബാനു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഏറ്റവും ക്രൂരമായിട്ട് അവരെ ആക്രമിച്ച് അവരുടെ മക്കളെ കൊന്ന്, അവരോടൊപ്പമുള്ള മറ്റ് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ പീഡിപ്പിച്ചു കൊന്ന്, പുരുഷന്മാരായിട്ടുള്ള ആളുകളെ നുറുങ്ങി കഷ്ണമാക്കിയിട്ട് അതിന്റെ പിന്നാലെ നടന്നിട്ടുള്ള ബിൽക്കീസ് ബാനു ആ പ്രതികളെ പിടിച്ച് അകത്തിട്ടു. ആ 11 പ്രതികൾക്കും അവർക്ക് നല്ല നടപ്പിന് അവരെ പുറത്തു വിട്ടത് ഗുജറാത്തിൽ നിന്നുള്ള ഉത്തരവാണ്. അവർക്ക് പുറത്തു പോകാം, അവർ നല്ല മനുഷ്യന്മാരാണ് എന്നുള്ള വിധി പ്രസ്താവം വന്നപ്പം അതിനെതിരെ വീണ്ടും ബിൽക്കീസ് ബാനു കോടതി സമീപിക്കുകയായിരുന്നു. ഇതേ നടപടിയല്ലേ കേരളത്തിൽ നടക്കുന്നത്? CPM ഭരണത്തിലുണ്ട് എങ്കിൽ, CPM-ന് ഈ നാട്ടിൽ എന്തുമാവാം എന്നുള്ള ഭാവമാണ് എങ്കിൽ അവിടെ ചോദ്യം ചെയ്യാൻ മുസ്ലിം യൂത്ത് ലീഗ് മുന്നിലുണ്ടാകും എന്നുള്ളത് അവർ ഓർമ്മിക്കട്ടെ. മുസ്ലിം യൂത്ത് ലീഗ് മുമ്പിലുണ്ടാകും. നിങ്ങൾ എങ്ങനെയാണ് ഈ നാട്ടിലെ സമൂഹത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇവിടെയുള്ള യുവാക്കളോട് പറയുന്ന സംസാരം എന്താണ്? അവർക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഓർക്കണം,
ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അസംബ്ലിയിലെ ഒരു MLA പ്രതിഭ MLAയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലും TV-യിലും കണ്ടതാണ്. അവരുടെ മകനെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവരെ അറസ്റ്റ് ചെയ്തു. ആ സമയത്തും ഇന്ന് ഈ ദിവസം വരെയും നിങ്ങൾ ഓർക്കണം, നമ്മൾ പ്രതിപക്ഷത്തുള്ള ഒരു സംഘടനയാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പ്രതിപക്ഷത്ത് നിൽക്കുന്ന സംഘടനയാണ്. നമ്മൾക്ക് വേണമെങ്കിൽ ഇതൊരു വലിയ വിഷയമാക്കിയിട്ട് ഉന്നയിക്കാമായിരുന്നു. നമ്മളാരും അതിന് നിന്നിട്ടില്ല, നമ്മളാരും ആ വഴിക്ക് തിരിഞ്ഞിട്ടില്ല. പക്ഷെ ഇവര് തന്നെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ നിങ്ങൾ ഓർക്കണം. അവര് പറഞ്ഞത് അവന്റെ പേരില് ഇവിടെ മറ്റുള്ള മാധ്യമങ്ങള് ഇതൊരു കള്ളക്കേസായിട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാ. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇട്ടിട്ടുള്ള FIR മുമ്പിലുണ്ട്. അവരുടെ മകൻ കനിവ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ പ്രതിയാണ്. എന്തിന്റെ പേരിൽ? കഞ്ചാവ് വലിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് അവന്റെ പേരിൽ FIR ഇട്ടത്. ആ FIR മുമ്പിലുണ്ടായിട്ടും പ്രതിഭ MLA പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് കള്ളക്കേസിൽ പെടുത്തി. എവിടെ നിന്നാണ് പെടുത്തിയത്? മാധ്യമങ്ങൾക്കാകെ അവരുടെ വായിൽ നിന്നുള്ള പ്രശ്നങ്ങളായിരുന്നു. മാധ്യമങ്ങളെ അവർ പറയാത്തതൊന്നും ബാക്കിയില്ല. ഈ നാട്ടിലുള്ള, നിങ്ങൾ ഓർക്കുക, ഈ നാട്ടിലുള്ള പ്രതിപക്ഷ സംഘടനകൾ പോലും ഇത് ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഓർക്കണം, കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഇതുപോലെയുള്ള ഒരു പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയാണ്. എന്തിനാണ് ഒരു ചെറുപ്പക്കാരനെ പുകവലിച്ചു എന്നുള്ളതിന്റെ പേരിൽ കേസെടുത്തത് എന്ന്? എന്തിനാണ് ഒരു ചെറുപ്പക്കാരൻ പുകവലിച്ചു എന്നുള്ളതിന്റെ പേരിൽ കേസെടുത്തത് എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇതുപോലെയുള്ള ഒരു സമ്മേളനത്തിൽ ചോദിക്കുകയാണ്. തിരിച്ചു ചോദിക്കാൻ ഒരു കാര്യമുണ്ട്, എന്ത് പുകയാ ഈ കുട്ടി വലിച്ചത് എന്ന്. അത് സാധാരണ അവന്റെ കയ്യിലുള്ള സിഗരറ്റ് ഒന്നും അല്ല, അല്ലെങ്കിൽ ദിനേശ് ബീഡി അല്ല, അവൻ വലിച്ചത് കഞ്ചാവാണ് എന്ന് കണ്ടെത്തിയിട്ടാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവന്റെ പേരിൽ FIR ഇട്ടത്. ഞാനും പുകവലിച്ചിട്ടുണ്ട്. ആരാ പറയുന്നത്? ഈ കേരളത്തിലെ ഒരു മന്ത്രി പറയുക, ഞാനും പുകവലിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ കുട്ടി ചെയ്തത് മഹാ അപരാധമല്ല എന്ന്. പ്രിയപ്പെട്ട യൂത്ത് ലീഗുകാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഉറച്ചു വിളിക്കുന്ന ഒരു മുദ്രാവാക്യത്തിൽ പതിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ലഹരിയെ പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ ഇത്തരത്തിൽ മയക്കുമരുന്നിനെ പ്രോത്സാഹിപ്പിക്കില്ല. നമ്മൾ ഒരു ഡ്രഗും ഈ കേരളത്തിൽ വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്കറിയാലോ, വടകരയിൽ തന്നെയാണ്, ഇവിടെ അടുത്താണ് NDPS കോടതി ഉള്ളത്. ഓരോ ദിവസവും ആ കോടതിയിലേക്ക് വരുന്ന കേസുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കണം. പുതിയ കാലത്തെ കുട്ടികളിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അളവുകൾ കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് പഠനം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളെ ദിനം പ്രതി പിടിക്കുന്ന കേസുകൾക്ക് കണക്കില്ല. അവരുടെ അന്വേഷണ റിപ്പോർട്ടിൽ നമ്മളുടെ ക്യാമ്പസുകളിലൊക്കെ മദ്യവും മയക്കുമരുന്നും സുലഭമായി ലഭിക്കുന്നുണ്ട് എന്ന് അവർ കണ്ടെത്തുകയാണ്. ഇങ്ങനെ ഒരു നാട്ടില് മന്ത്രി പ്രസംഗിക്കുന്നത് എത്ര ലാഘവത്തോടെയാണ്, എത്ര ലാഘവത്തോടെയാണ് മന്ത്രി പറയുന്നത്. പുതിയ തലമുറയിലുള്ള കുട്ടികളിൽ അവര് യൂസ് ചെയ്യുന്ന ഈ മയക്കുമരുന്ന് ഉപാധികള്, മയക്കുമരുന്നിന്റെ വസ്തുക്കള്, അതൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ തന്നെ ഭാഷയിൽ നമ്മൾ കേൾക്കുകയാണ് പല ഭാഗത്തു നിന്നും. അവിടെ മന്ത്രി ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ എന്താണ് ഈ കേരളത്തിലുള്ള പൊതുസമൂഹം വായിക്കേണ്ടത്? ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി കേൾക്കണം. ഈ കേസിൽ FIR ഇട്ടിട്ടുള്ള ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മലപ്പുറത്തേക്ക് മാറ്റി എന്ന് പറയുന്നത് ഞാനല്ല, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ന്യൂസാണ്. ഈ കനിവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആ കേസില് പിടിച്ചിട്ടുള്ള ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ, പ്രതിഭ MLAയുടെ മകനെ പിടിച്ച ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയെന്ന്. എന്ത് നടപടിയാണിത്? ഇവിടെയുള്ള നിയമവ്യവസ്ഥയെ ഇങ്ങനെ അട്ടിമറിക്കുകയാണ് എങ്കിൽ CPM പൊതുജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് എന്തുമാവാം എന്നുള്ളതാണോ? ഞങ്ങൾക്ക് എന്തും പറ്റുമെന്നുള്ളതാണോ? ഇവരാണോ ജനങ്ങളുടെ ഇടയിൽ വന്നിട്ട് സാംസ്കാരിക ബോധം ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്? ഇവരുടെ ഇടയിൽ നടക്കുന്ന രാഷ്ട്രീയത്തിന്റെ തോതേതാണ് എന്നുള്ളത് പരിശോധിക്കണം നമ്മൾ. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എത്ര അപകടകരമാണ് എന്ന് നമ്മൾ നമ്മളുടെ മക്കളുമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. നിങ്ങൾക്കറിയാലോ, ഈ കൊലയാളി പാർട്ടിയിലുള്ള ആളുകൾ, ഇതിലുള്ള ക്രിമിനൽസ്, ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രിവിലേജ്ഡ് ക്രിമിനൽസ് ആണ്. ഈ ക്രിമിനൽസിനെ, ഇതിൽപ്പെട്ട ആളുകൾ DYFIയുടെയും SFIയുടെയും ചെറുപ്പക്കാർ കാണുന്നത് അതിശയോക്തിയോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. ഈ നാട്ടില് സമരം ചെയ്തുകൊണ്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് രക്തം ചിന്തിയിട്ടുള്ള, രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ സമർപ്പിച്ചിട്ടുള്ള ആളുകളെക്കാൾ മുകളിലാണ് പല തവണ ഇവരുടെയൊക്കെ എഴുത്തുകൾ ഉള്ളത്.
സോഷ്യൽ മീഡിയയിൽ കയറി നോക്കിയാൽ മതി എന്താ സംഭവിക്കുന്നത്. അകത്തളങ്ങളിൽ ജനാധിപത്യം ഇല്ലാത്ത ഒരു രാഷ്ട്രീയ സംഘടനയായിട്ട് CPM മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കാലയളവിലായിട്ട് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വടകര പ്രദേശത്തുള്ള ഈ വലക്കെട്ട് ഭാഗത്തുള്ള നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, നമ്മളുടെ ഇടയിൽ അത്തരത്തിലുള്ള ചിന്തകളുമായിട്ട് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ തിരിച്ച് അവർ സ്വയം ഒന്ന് പരിശോധന നടത്തിക്കൊണ്ട് മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ, അക്രമ രാഷ്ട്രീയത്തിനെതിരെ അവരുടെ നിലപാട് എന്താണ് എന്ന് ചോദിക്കാനുള്ള ബാധ്യത നമ്മൾക്കുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. പിന്നെ മറ്റൊരു കാര്യം, ഇവരിതൊക്കെ പറയുകയും ഇതൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനിടയിൽ അവർ ലീഗിന്റെ അടുത്തേക്ക് എത്തുമ്പം മറ്റൊരു ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷനാണ് വളരെ കൗതുകകരമായിട്ടുള്ളത്. ഈ അടുത്ത ദിവസം പോലും കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് എന്താ? ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഗിന്റെ നിലപാട് അത് വളരെ അപകടകരമാണ് എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പറയുന്നത്. CPMന്റെ നിലപാട് എന്താ മനുഷ്യര്? CPMന്റെ നിലപാട് എന്താ? CPM പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാട് എന്താണ് എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഈ വടകരയില് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി, UDFന്റെ സ്ഥാനാർത്ഥി ഇങ്ങോട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കടന്നു വന്നപ്പം അവരുണ്ടാക്കിയെടുത്ത സാധനമാണ് കാഫിർ സ്ക്രീൻഷോട്ട്. കാഫിർ സ്ക്രീൻഷോട്ട് CPMന്റെ ഇൻഡസ്ട്രിയിൽ നിന്ന്, അവരുടെ മെഷീനിൽ നിന്നും വന്നതാണ് എന്ന് പറഞ്ഞത് ഞാനല്ല, നിങ്ങളല്ല, കേരള പോലീസാണ് എന്ന് നിങ്ങൾ ഓർക്കണം. DYFIയുടെ പ്രവർത്തകരുണ്ടാക്കിയിട്ടുള്ള വ്യാജ സ്ക്രീൻഷോട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിച്ചത്? വർഗീയ കാർഡ് ഇറക്കുക എന്ന് പറയുമ്പം നിങ്ങൾ ആലോചിക്കണം, അവർ എന്തിനു വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിച്ചു? ഇവിടെ മതസംഘടനകൾ തമ്മില്, മനുഷ്യര് തമ്മില് പരസ്പരം വിഭാഗീയത ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന വോട്ടുകളാണ് ഈ CPM ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ CPM ആണ് നമ്മളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ കാണിക്കുന്നത് വർഗീയവാദമാണ് എന്ന് പറയുന്നത്. പാലക്കാട്ടേക്ക് നോക്കൂ നിങ്ങൾ. പാലക്കാട്ട് അവരെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പരസ്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം നിങ്ങൾ ആലോചിക്കുക, സുപ്രഭാതം പരസ്യത്തില് മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരസ്യം, NRCCA, ക്രൈസ്തവ പിന്നെ ഒരു ക്രൈസ്തവ സംഘടനയുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ കൊടുക്കുന്നത് മണിപ്പൂര് വിഷയം. എന്താ ഇവരുടെ മനസ്സിലുള്ള രാഷ്ട്രീയ ബോധം? ഇവരുടെ മതേതര ബോധം എവിടെയാ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിലുള്ള മുസ്ലിം വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ ക്രൈസ്തവരല്ലാത്ത സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രയാസമില്ല എന്നുള്ളതാണോ CPM കരുതുന്നത്? മണിപ്പൂർ വിഷയത്തില് ഈ നാട്ടിലുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് പ്രയാസങ്ങൾ ഇല്ല എന്നാണോ CPM കരുതുന്നത്? അവിടെയുള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, അവിടെയുള്ള സ്ത്രീകൾക്ക്, അവിടെ ആട്ടിയോടിക്കപ്പെട്ട മുഴുവൻ ആളുകൾക്കും പിന്തുണ അർപ്പിച്ചുകൊണ്ട് കടന്നു വന്നിട്ടുള്ള ഏതെങ്കിലും MP-മാരുണ്ട് എങ്കിൽ അതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ പേരായിരിക്കും ആദ്യ പട്ടികയിൽ ഉണ്ടാവുക എന്നുള്ളത് അവർ ഓർക്കട്ടെ. നമ്മൾ പോയിട്ടുണ്ട്, നമ്മളെ കണ്ണീരുണ്ട്, നമ്മുടെ പ്രാർത്ഥനയുണ്ട്. ഇവിടെ ഇരിക്കുന്ന എനിക്ക് ഉറപ്പാണ്, നിസ്കാര പായിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുള്ള ഉമ്മമാരുടെ പ്രാർത്ഥനകൾ മണിപ്പൂരിലേക്ക് പോയിട്ടുണ്ട് എന്ന് അവർ ഓർക്കണം. അതുപോലെ NRCCA, ഇവരെന്താണ് കരുതുന്നത്? ഈ NRCCA വിഷയം എന്ന് പറയുന്നത് മുസ്ലിം വിഷയമാണോ? മുസ്ലിം വിഷയമാണോ? ഇതില് പ്രയാസപ്പെടുന്ന മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളില്ലേ? പൗരത്വ വിഷയം എന്ന് പറയുമ്പം അതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള മറ്റുള്ള സഹോദരങ്ങളില്ലേ ഈ നാട്ടിൽ? നിങ്ങൾക്കറിയാം, കേരളത്തിലൂടെ യാത്ര നടത്തിയിട്ടുള്ള പിണറായി വിജയൻ മലപ്പുറം ജില്ലയിൽ എത്തിയപ്പോഴാണ് NRCCA എന്നുള്ള വിഷയം ഇന്ത്യയത്. അദ്ദേഹം കണ്ണൂർ എന്ന് പറഞ്ഞിട്ടില്ല, അദ്ദേഹം കാസർഗോഡ് എന്ന് പറഞ്ഞിട്ടില്ല, കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടില്ല, മലപ്പുറം വിട്ടപ്പോഴും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ എത്തുമ്പം NRCCA കുറിച്ച് പിണറായി വിജയൻ സംസാരിക്കുന്നത്? എന്തേ അവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിന് മാത്രമാണോ NRCCAയിൽ വിഷയം? അല്ല. ഇതിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, മതം കൊണ്ടുവന്ന് അത് പൗരത്വം തെളിയിക്കാൻ വേണ്ടി ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അത് BJP ആണ്. അത് എതിർക്കപ്പെടേണ്ടതാണ്. അതിൽ എതിർക്കപ്പെടുന്ന ആളുകളിൽ മുസ്ലിം വിഭാഗങ്ങളല്ല, ഇങ്ങോട്ട് വന്നിട്ടുള്ള മുഴുവൻ മനുഷ്യരുടെയും, ഈ രാജ്യത്തിനെ സ്നേഹിക്കുന്ന മതേതര നിലപാടുള്ള മുഴുവൻ ആളുകളുടെയും പിന്തുണ ആ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് അവർ ഓർക്കേണ്ടതുണ്ട്. ഇതിനെ ഇങ്ങനെ പറയുന്ന CPMന്റെ കപടമുഖമാണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത്. അവരുടെ കപടമുഖം,
അവർക്ക് ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു രാഷ്ട്രീയവും മറ്റൊരു ഭാഗത്തേക്ക് വരുമ്പോൾ മറ്റൊരു രാഷ്ട്രീയമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നിങ്ങൾ ലീഗിനെ മനസ്സിലാക്കാതെ പോയത്. ഇവിടെയാണ് ഈ പാർട്ടി CPM എന്ന് പറഞ്ഞ പാർട്ടി ഇടതുപക്ഷം ലീഗിനെ മനസ്സിലാക്കാതെ പോയത്. ഞങ്ങള് NRC CA വിഷയത്തില്, പൗരത്വ വിഷയത്തില് ഷഹീൻ ബാഗുകൾ കെട്ടിയിട്ട് കോഴിക്കോട് കടപ്പുറം മുതൽ അങ്ങോട്ട് ആളുകളെ നിരത്തിയിട്ട് അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് എന്ന് അവർ ഓർക്കണം. സുപ്രീം കോടതിയുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു കേസ് അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ കേസിന്റെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണെന്ന് അവർ ഓർക്കട്ടെ. ആ കേസിലെ പരാതിക്കാര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ് എന്നുള്ളത് അവർ ഓർക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളെ പ്രശ്നമല്ല, ഈ രാജ്യത്തിന്റെ പ്രശ്നമാണ് എന്ന് അവർ മനസ്സിലാക്കട്ടെ. ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നമാ, അല്ലാതെ ഒരു വിശ്വാസിയുടെ പ്രശ്നമായിട്ടല്ല അതിനെ ലീഗ് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് മണിപ്പൂർ വിഷയം, അതുപോലെ തന്നെയാണ് നാട്ടിലുള്ള ഓരോ വിഷയങ്ങളെയും ലീഗ് സമീപിച്ചിട്ടുള്ളത്. CPM-ന് പറ്റില്ല കേട്ടോ, CPM-ന് പറ്റില്ല. CPM-ന് വടകരയിൽ വരുമ്പം ഒരു രീതി, പാലക്കാട് പോകുമ്പോൾ മറ്റൊരു രീതി, കണ്ണൂരിലേക്ക് പോകുമ്പോൾ മറ്റൊരു രീതി. ഈ ഇരട്ടത്താപ്പിലാണ് ഇന്ന് CPM തടി തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇനി ഈ രാജ്യത്തെ പൊതുജനങ്ങളോട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കേൾപ്പുള്ള ഒരു നായകന്റെ ഒപ്പമാണെന്ന. ഒരു കേൾപ്പുള്ള നായകനാണ് കേരളത്തിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേൾപ്പുള്ള നായകന്റെ ഈ 5 വർഷ ഭരണം കൊണ്ട് എന്താണ് കേരളത്തിലെ പൊതുജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു വലിയ അപകടം വയനാട്ടിൽ നടന്നു. വയനാട്ടിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു കണക്ക്, വിശദാംശങ്ങൾ ഈ അടുത്ത ദിവസം മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിലെ കള്ളക്കണക്കുകൾ ഉണ്ടാക്കിയിട്ട്, കള്ളക്കണക്കുകൾ നിങ്ങൾ നോക്കണം. അവിടെയുള്ള പ്രവർത്തിച്ചിട്ടുള്ള വോളണ്ടിയർമാർക്ക് അവിടെ ഓരോ ശരീരങ്ങൾ വരുമ്പോൾ അവിടെ നിന്ന് പെറുക്കിയെടുക്കുന്ന ശരീരഭാഗങ്ങൾ അത് വൃത്തിയാക്കി അടക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളുകൾക്ക് നൽകിയിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള കൊള്ളക്കണക്കുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ഇതേ രൂപത്തിൽ ഖജനാവിൽ നിന്ന് എത്ര പണം അവർ തട്ടി എന്ന് നിങ്ങൾ ഓർക്കുക. എത്ര പണം അവർ തട്ടി? ഈ രൂപത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളക്കണക്കുണ്ടാക്കിയിട്ട് അതിൽ നിന്നും അന്നമൂട്ടുന്ന ആളുകളായിട്ട് CPM മാറിക്കഴിഞ്ഞു. ഇത് കേരള സർക്കാരിന്റെ ഈ കഴിഞ്ഞ കാലയളവിൽ പെർഫോമൻസ് ആണ്. അവരുടെ പെർഫോമൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ വലിയ കണക്കുകൾ പറയാനുണ്ട്. യാതൊരു രൂപത്തിലുള്ള സംവിധാനവും സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നീതിയും പുലർത്താത്ത കണക്കുകൾ എഴുതിയുണ്ടാക്കിയിട്ട് അതിൽ നിന്നും കൊള്ളയടിക്കുന്ന സർക്കാരായിട്ട് ഈ സർക്കാർ മാറിക്കഴിഞ്ഞു. അവർ ആശുപത്രി ചിലവുകളാണെങ്കിൽ, അവർ നടത്തുന്ന വിദേശ യാത്രകളാണെങ്കിൽ എല്ലാം പരിശോധിക്കപ്പെടേണ്ട, ഓഡിറ്റ് ചെയ്യേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ കേരളത്തിലുള്ള ജനങ്ങളോട് ഈ സർക്കാരോ അവർ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനമോ അവരുടെ പാർട്ടിക്കോ ഒന്നും ഒരു നീതിയും ഒരു കൂറും ഈ കാലയളവിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുകയാണ്. അത് സജി ചെറിയാൻ എന്നുള്ളതല്ല, അവരിലൂടെ ആ സാംസ്കാരിക ബോധം പൊതുജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്ന അതിലൂടെ അവർ പകർന്നു കൊടുക്കുന്ന തെറ്റായിട്ടുള്ള സന്ദേശങ്ങളെ തിരുത്താൻ ലീഗ് ഉണ്ടാകും, യൂത്ത് ലീഗ് ഉണ്ടാവും, MSF-കാരുണ്ടാവും, വനിതാ ലീഗുകാരുണ്ടാകും എന്നുള്ളത് ഈ വലക്കെട്ട് ശാഖാ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്ന് ഈ ഒത്തുകൂടിയിരിക്കുന്ന നേരം പലരും പല രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തുന്നുണ്ട്. വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ മറ്റൊരു സ്ഥലത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP-യുടെ നേതൃത്വത്തിലുള്ള ഒരു പരിപാടി നടക്കുകയാണ്. ഇവിടെ ആരാണ് ഈ രൂപത്തിൽ വഖഫ് വിഷയത്തിനെ മുന്നോട്ട് കൊണ്ടുവന്നത്? അതൊരു വിഷയമായിട്ടെടുത്ത് ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നിട്ട് കൊടുത്തത് ആരാണ്? കേരളത്തില് ഇത്രയും കാലവും പറയാത്ത രൂപത്തില് ഒരു മതത്തിന് നേരെ നടക്കുന്ന ആക്രമങ്ങൾക്ക് വഴിമരുന്നിട്ട് കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിലെ ഒന്നാമത്തെ പേര് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കേരളത്തിലെ മുഖ്യമന്ത്രി ഈ കേരളത്തിലെ ജനങ്ങളോട്, ഇവിടെയുള്ള മുസ്ലിം സമൂഹങ്ങളോട് കാണിക്കുന്ന നീതികേടിന്റെ വലിപ്പം എന്താണ് എന്ന് അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ കാലത്തെ ഒരു പെർഫോമൻസ് ഓഡിറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അദ്ദേഹം ഏത് രൂപത്തിലാണ് അവരോട് സംസാരിച്ചിട്ടുള്ളത് എന്ന്. ഗോവിന്ദമാഷ് ഒന്ന് പറയുന്നു, വിജയരാഘവൻ മറ്റൊന്ന് പറയുന്നു. അതിനെ താങ്ങാൻ വേണ്ടിയിട്ട് BJP-യുടെ നേതാക്കന്മാര് മറ്റ് കേരളത്തിനെ മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുന്ന രൂപത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തുന്നു.
എന്താണ് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞത്? ഈ കേരളത്തിലുള്ള ജനങ്ങളെ അധിക്ഷേപിക്കുന്ന രൂപത്തിലുള്ള നിലപാടുകളുമായിട്ടല്ലേ കഴിഞ്ഞ ദിവസം പാലോളി മുഹമ്മദ് കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്? അവർ പറയുന്നത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പാകിസ്ഥാൻ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച, അതിനുവേണ്ടി ആഗ്രഹിച്ച ആളുകൾ മലപ്പുറത്തുണ്ടായിരുന്നു എന്നുള്ള പ്രസ്താവന നടത്താൻ പാലോളി മുഹമ്മദ് കുട്ടിക്ക് ധൈര്യം കിട്ടിയത് എവിടെ നിന്നാണ്? ഈ കേരളത്തിലുള്ള CPM ഉണ്ടാക്കുന്ന അക്രമ രാഷ്ട്രീയം മാത്രമല്ല, ഇത്തരത്തിലുള്ള വർഗീയ രാഷ്ട്രീയത്തിന്റെ A ഗ്രേഡിലേക്ക് ഈ പാർട്ടി മാറിക്കഴിഞ്ഞു. BJP ആവശ്യമില്ല. BJPയുടെ നായകന്മാരായിട്ട് കേരളത്തിലെ പിണറായി വിജയനും ഗോവിന്ദൻ മാഷും ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ആ രൂപത്തിലേക്ക് അധപതിച്ച രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാരും ഇവിടെയുള്ള CPMനെയും നിങ്ങൾ ജാഗ്രതയോടെ കാണുക, അവരെ ജാഗ്രതയോടെ കാര്യം ചെയ്യുക. വളർന്നു വരുന്ന മക്കളോട് കയ്യിൽ ഒരു ബീഡിക്കുറ്റി ഉണ്ട് എങ്കിൽ മോനെ അപകടമാണ്, അത് അനുയോജ്യമല്ല, നീ അത് പുറത്തേക്ക് വലിച്ചെറിയൂ എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഉയർന്നു വരട്ടെ. മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത് ആത്മധൈര്യത്തിൽ ഉയർന്നുകൊണ്ട് നിനക്ക് സംസാരിക്കാൻ പറ്റണം. ശരിയുടെയും തെറ്റുകളുടെയും ഭാഷ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സമചിത്തതയോടെയുള്ള രാഷ്ട്രീയ ബോധമാണ് യൂത്ത് ലീഗ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. രാഷ്ട്രീയ ആദർശത്തിൽ മറ്റുള്ള ആളുകളോട് സഹാനുഭൂതിയിൽ പ്രവർത്തിക്കുക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വരിക. വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരൊക്കെ വയനാട്ടിൽ നടത്തിയിട്ടുള്ള, മെസ്റ്റിന്റെ ആളുകളൊക്കെ ആംബുലൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വയനാട്ടിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിസ്തുല്യമാണ്. അതുമായിട്ട് ചേർത്ത് വയ്ക്കാൻ ഇന്ന് ഈ കേരളത്തിൽ മറ്റൊരു സംഘടനയും ഇല്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ വരച്ചു വെക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ നമ്മൾ ഒരു പ്രൊഫഷണലായിട്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതിനെന്ത് വേണം? അതിന് നമുക്ക് ആദ്യം വേണ്ടത് അറിവാണ്. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ബോധം ഏതാണ് എന്ന് നമ്മൾ അറിയണം. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ബോധം അഭിമാനകരമായിട്ടുള്ള അസ്തിത്വം എന്നുള്ളതാണ്. നീ ഏത് വ്യക്തിയാണോ, ഏത് മതത്തിൽപ്പെട്ട ആളാണോ, ഏത് ജാതിയിൽപ്പെട്ട ആളാണോ, നിന്റെ വീട് ഏതാണോ, നിന്റെ ചുറ്റുപാട് എന്താണോ എന്നൊന്നുമല്ല. നീ നിൽക്കുന്ന സ്ഥലത്ത് അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കാനുള്ള ആത്മധൈര്യം പകരുക എന്നുള്ളതാണ് ഈ കൊടിക്കൂറയിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന സന്ദേശം. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അറിവ് നേടാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുക. ആ അറിവിലൂടെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലേക്ക്, നിങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്തത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. ആ സാമൂഹിക ഉത്തരവാദിത്തത്തിൽ നിന്ന് ജനങ്ങളെ സേവിക്കാനുള്ള മനസ്ഥിതി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ദൂരെ എവിടെയോ നിന്നല്ല കേട്ടോ, ജനങ്ങളുമായി ഇടപെട്ടുകൊണ്ട്, ഇടകലർന്നുകൊണ്ട് അവരുടെ മനസ്സറിയുന്ന, അവരുടെ ചിന്തകളെ ഒപ്പം കൂട്ടുന്ന ആളുകളായിട്ട് മാറാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ വലക്കെട്ട് ശാഖയിലുള്ള പ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള സഹോദരിമാരെ പ്രത്യേകം ഞാൻ അഭിനന്ദിച്ചുകൊണ്ട്, അഭിവാദ്യം ചെയ്തുകൊണ്ട്, ഈ കൊടി തളരുകില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ ഇരിക്കുന്ന ഈ പെൺകൂട്ടം എന്നുള്ളത് കൂടി ഞാൻ എടുത്തു പറയട്ടെ. ഏത് പാതിരാവിലാണെങ്കിലും, ഏത് സമയത്താണെങ്കിലും ഒരു വിളി വിളിച്ചാൽ ഈ പന്തലിലേക്ക്, ഈ കൊടിക്കൂറയുടെ അടിയിലേക്ക് എത്താൻ ഒരുപാട് മനുഷ്യർ ഈ കേരളത്തിലല്ല, കേരളത്തിന് പുറത്തുമുണ്ട്. അതിൽ ഈ സ്ത്രീകളുടെ പങ്കാളിത്തവും ഏറ്റവും വലുതാണ് എന്നുള്ളത് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.